നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായി. ഭരണമാറ്റത്തിന്റെ സൂചനകൾ നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെയാണ് ഭാഗ്യാന്വേഷികളായ രാഷ്ട്രീയ കക്ഷികൾ അധികാരം ലഭിക്കാൻ സാധ്യതയുള്ള മുന്നണികൾ നോക്കി ചേക്കേറാൻ നീക്കം തുടങ്ങിയത്. പാർട്ടികൾ വന്നും പോയുമിരിക്കുന്ന രാഷ്ട്രീയ സത്രമായി മുന്നണികൾ മാറുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ എവിടെ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. ശൂന്യതയിൽ നിന്ന് പോലും തുറന്നെടുക്കുന്ന അവസരങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂറുമാറ്റവും അത്തരമൊരു തുറന്നെടുക്കലാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണിമാറ്റ ചർച്ചയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അധികാരം കൊയ്യണമാദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റത്തിന്റെ തിരയിളക്കങ്ങൾ തുടങ്ങിയത്. ജനവിധി UDFന് അനുകൂലമായതോടെ കേരള കോൺഗ്രസ് എം, RJD തുടങ്ങിയ കക്ഷികളെ മുന്നണിയിലെത്തിക്കാനാണ് നീക്കം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് കേരള കോൺഗ്രസ് എം LDFന്റെ കൂടാരം കയറുന്നത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ മറ്റൊരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ വീണ്ടും ഒരു മാറ്റത്തിനാണ് നീക്കം. സാധ്യമായാൽ മറ്റൊരു ആയാറാം ഗയാറാം. എന്നാൽ ചർച്ച നടക്കുന്നു എന്ന് പോലും ആരും സ്ഥിരീകരിക്കുന്നില്ല. എനിക്കറിഞ്ഞുകൂടാ ആരോടെ ചർച്ച നടത്തുക. ചർച്ച എന്ത് ചർച്ച? ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ്, ലിസ്റ്റ് നമ്പർ 1. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത്. അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളൊരു അഭ്യൂഹം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും? ഈ പുറത്തു വരുന്ന കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്ത് ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ആണ് മുൻകൈയെടുക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട് നടത്തുന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ട്. കോൺഗ്രസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും സോണിയാഗാന്ധി ജോസ് കെ മാണിയെ നേരിട്ട് വിളിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളും മുന്നണി മാറ്റത്തിന് കേരള കോൺഗ്രസ് എമ്മിനെ പ്രേരിപ്പിക്കുന്നു. കേരള കോൺഗ്രസ് എം നേതൃത്വത്തിലെ ഭൂരിപക്ഷവും UDF പ്രവേശനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. 14 ജില്ലാ പ്രസിഡന്റുമാരിൽ 13 പേരും മുന്നണി മാറ്റത്തിന് അനുകൂലമാണ്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന് മാത്രമാണ് എതിർപ്പ്. പാർട്ടിയുടെ 5 MLAമാരിൽ 3 പേരും മുന്നണി മാറ്റത്തോട് യോജിക്കുന്നു. മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനുമാണ് എതിർപ്പുള്ള MLAമാർ. ഒരു അഭ്യൂഹങ്ങൾക്കും ഇടയില്ല. ഇതൊക്കെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. എൻ്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെൻറ് ഭാഗമായി തുടരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? എല്ലാ MLAമാർക്കും അവരുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട്? ശേഷിച്ച 3 മാസക്കാലം ഈ ജോലിയെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതിന് പകരം ഇപ്പം എന്ത് പ്രശ്നം? മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാകുന്നതിനിടെ LDFന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ജോസ് കെ മാണി ഒഴിഞ്ഞേക്കുമെന്ന് സൂചനയുണ്ട്. മറ്റു ജാഥകളുടെ ക്യാപ്റ്റന്മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. സർക്കാർ ചീഫ് ഡോക്ടർ N ജയരാജ് ജോസ് കെ മാണിക്ക് പകരം ക്യാപ്റ്റൻ അയക്കും. ഇങ്ങനെ പ്രചരണം പലതും വരുന്നുള്ളൂ. നിങ്ങളല്ലേ ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഏതായാലും ഇന്നലെയും തിരുവനന്തപുരത്ത് നടന്ന സമരമുഖത്ത് റോഷി അഗസ്റ്റിൻ മന്ത്രി വേദിയിലുണ്ടായിരുന്നു, പ്രസംഗിച്ചു. ജോസ് കെ മാണി ഒഴിച്ച് അവരുടെ MLAമാരും മന്ത്രി ഇന്നലത്തെ സമരത്തിൽ വരെ ഉണ്ടായിരുന്നു. UDF ഇന്നത്തെ സ്ഥിതിയിൽ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കനകൂരുവിന്റെ പുതിയ ഉപദേശമാണ് എങ്ങനെയെങ്കിലും അപ്പുറത്തുനിന്ന് ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ, അതിനുവേണ്ടി ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാമെന്നുള്ള രൂപത്തിൽ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടക്കുക. ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ ഭാഗമാണത്. കേരള കോൺഗ്രസ് എമ്മിനെ പോലെ RJDയും മുന്നണി മാറ്റത്തിന് മുന്നിൽ ശങ്കിച്ചു നിൽക്കുകയാണ്. 2 കാര്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ള തടസ്സം. ഒന്ന്, മുന്നണി മാറ്റം സാധ്യമാക്കാനുള്ള ഒരു രാഷ്ട്രീയ കാരണം. മറ്റൊന്ന്, അതിന് വേണ്ടിവരുന്ന സമയം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ആശാ സിംഗപ്പൂർ പറയുന്നു, കസേരയല്ലേ വേണ്ടു എല്ലാവർക്കും, അതിനുള്ള മത്സരത്തിലാണ് എല്ലാ നേതാക്കളുമെന്ന്. വനിതാ PR-ഉം എബ്രഹാം തോമസും പറയുന്നുണ്ട്, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, നല്ല രാഷ്ട്രീയം എന്ന്. രവികുമാർ PB പറയുന്നു, പലരും പല പാർട്ടിയിലേക്ക് ചാടും ഇലക്ഷൻ എടുക്കുമ്പോൾ, സ്ഥിരം കാഴ്ചയാണിത്. മാത്രമല്ല പലർക്കും നോട്ടം മന്ത്രി കസേര നേടുന്നതിലാണ്. മോഹൻ പിലാത്തറ പറയുന്നുണ്ട്, ഇവർ കൂറുമാറുമ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരുടെ അഭിപ്രായം തിരയുന്നുണ്ടോ എന്ന കാര്യം. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.